ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു 3D ക്ലാസ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ പടം കാണാൻ പോയിട്ടുണ്ടായിരുന്നു, അജയൻ്റെ രണ്ടാം വർഷം ഏറാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നലെ ഈ 3D ക്ലാസ് അവിടെ നിന്ന് അടിച്ചു മാറ്റിയാണ്ടാ. അപ്പോൾ എല്ലാവരും 3D ക്ലാസ് കൊടുക്കണ്ടായിരുന്നു. ഞാൻ അതൊന്നും നോക്കിയില്ല, ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന്. അപ്പോൾ ഈ ഒരു 3D ക്ലാസ്സിന് അവർ എങ്ങാണ്ട് 30 റുപ്പീസ് എന്തായാലും ചാർജ് ചെയ്തേട്ടാ. അപ്പോൾ ഇനി അടുത്ത പടത്തിന് ഇനി കാണാൻ പോകുമ്പോൾ നമുക്കിനി 30 റുപ്പീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് കന്നഡ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി ഏത് പടം കണ്ടാലും നമുക്കിനി നമ്മുടെ ഐറ്റം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണം പടത്തെപ്പറ്റി പറയുകയാണെങ്കിലല്ല, വേറെ ലെവല്, നല്ല കിടിലം പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശശാങ്ക് ബ്രോവിൻ്റെ ഒക്കെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ പോയിട്ടാ. ഉള്ളാരും പറയാമല്ല, ഞാൻ ആദ്യം തന്നെ ആ റിവ്യൂ പോയി നോക്കിയപ്പോൾ പുള്ളി ഭയങ്കര ഇങ്ങനെ കത്തി അടിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതെന്താ സംഭവം, ഒന്നൊന്ന് പോയി കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഒരു കൂട്ടുകാരും കൂടി ഇന്നലെ രാത്രി പോയി കണ്ടു. ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടിട്ട് സംഭവം വേറെ ലെവല്. അതായത് നമ്മുടെ 3D എഫക്റ്റ് ഒക്കെ നല്ല സെറ്റപ്പായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ 3D പറ്റണമെന്നില്ല, ചിലവർക്ക് 2D പറ്റും. പക്ഷേ 3Dയുടെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു വിഷയങ്ങളും എനിക്കൊന്നും ഉണ്ടായില്ല. നല്ല രീതിക്ക് ആ ഒരു എഫക്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. 2Dക്ക് അതിൻ്റേതായൊരു ഫീല്, 3Dക്ക് അതിൻ്റേതായൊരു ഫീല്. അപ്പോൾ ഞാൻ എന്തായാലും കണ്ടത് 3D ആയിരുന്നു. ഞാൻ ഇന്നലെ പറവൂർ തിയേറ്ററിലാണ് ഞാൻ ഇന്നലെ പോയത്. അപ്പോൾ എന്തായാലും പടത്തിൻ്റെ സ്ക്രിപ്റ്റും പിന്നെ ഡയറക്ഷനും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അഭിനയിക്കുന്ന ആൾക്കാരായാലും പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടൊവിനോ പിന്നെ അതുപോലെ തന്നെ സുരഭി സുരേഷ് അങ്ങനെയുള്ള ആക്ടേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു രക്ഷയിലാണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റ് വാച്ച് ആയിരിക്കും. എന്തായാലും ഈ ഒരു പടം തിയേറ്ററിൽ പോയി കാണുന്നത് എന്തായാലും നല്ലതായിരിക്കും. വേറെ ഒന്നും ഉണ്ടല്ല, പടത്തിൻ്റെ ആ ഒരു റേഞ്ച് എന്തായാലും നല്ലോണം മാറ്റിയിട്ടുണ്ട്. നല്ല മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ട് ഈ ഒരു പടം, ഉറപ്പാണ്. അപ്പോൾ 3D ക്ലാസ് വെച്ചിട്ട് എനിക്ക് ഇനി എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറേ പടങ്ങൾ ഇനി ഇറങ്ങാണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്നലെ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു തിയേറ്ററിൽ തന്നെ കണ്ടായിരുന്നു. വേറെ ഏതൊക്കെ പടങ്ങൾ ഇനി ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇനി വെറുതെ എന്തിനാ ഈ 3D ക്ലാസ് വേറെ ഇനി സെപ്പറേറ്റ് കാശ് കൊടുത്ത് മേടിക്കുന്നില്ല. അപ്പോൾ ഈ സാധനം നമുക്കുള്ളപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് കണ്ടാൽ പോരെ, അല്ലേ? ശരിയല്ല, പടം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടോ, എന്തായാലും വർത്താണ് പടം. തിയേറ്ററിൽ തന്നെ പോയി കാണണം, എന്നാലേ ആ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ 3D ഇപ്പോൾ മിക്ക ആൾക്കാരും വന്നിങ്ങനെ ഒരു നെഗറ്റീവ് പറയണ്ടായിരുന്നു, 3D വെച്ചിട്ട് വലിയ സെറ്റപ്പ് ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ, അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ എനിക്ക് വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു. നല്ല രസമായിട്ടാണ് ആ ഒരു 3D എഫക്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത്. അത്യാവശ്യം നല്ലൊരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നല്ലത് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് ശരിയല്ല. നല്ല രീതിക്ക് അത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആക്ടേഴ്സ് ആയാലും അതിൻ്റെ ഡയറക്ടേഴ്സ് ആയാലും എല്ലാവരും നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റേതായ ഒരു റിസൾട്ട് ആ ഒരു പടത്തിന് ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടും. എന്തായാലും മസ്റ്റ് വാച്ചായിട്ട് പോയി കാണാം. അപ്പോൾ ഞാനെന്തായാലും ഞാനെൻ്റെ കൂട്ടുകാരെ പോയി കണ്ട്. അപ്പോൾ 3D ക്ലാസ് വെച്ചിട്ട് നമുക്ക് ഇനി അടുത്ത പടത്തിന് കാണാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 30 രൂപ അങ്ങോട്ട് ചിലവായിട്ടുണ്ട് കേട്ടോ നമ്മുടെ 3D ക്ലാസ്സിന്. അപ്പോൾ ആ 3D ക്ലാസ് നോക്കുമ്പോൾ എല്ലാവരുടെ അടുത്ത് കൊടുക്കാൻ കണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചൊന്നുമില്ല, ഞാൻ അങ്ങനെ ഇറങ്ങി പോകുന്നു ഇങ്ങടേക്ക് 3D ക്ലാസ് ആയിട്ട്. അപ്പോൾ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ മെയിൻ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ഈ ഒരു പടത്തിനെ കുറിച്ചായിരുന്നു, നമ്മുടെ 3D ക്ലാസ്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായാലും ലൈക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുന്നതായാലും സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നമ്മുടെ ഇനി ഇതുപോലെയുള്ള നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക, മണി ബട്ടൺ അടിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ.